എല്ലാ കൂട്ടുകാർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു BLDC ഫാൻ്റെ വർക്കിങ്ങിനെ കുറിച്ചുള്ള വളരെ ലളിതമായിട്ട് ചെയ്തൊരു വീഡിയോ ആണിത്. അതായത് നമുക്ക് സാധാരണ നോർമൽ ലഭിക്കുന്ന BLDC ഫാൻ അതിൻ്റെ PC ബോർഡിൽ എല്ലാം കൂടി ഒറ്റ ബോർഡായിരിക്കും. പക്ഷേ ആറ്റംബർക്കിൻ്റെ റെനേസ എന്ന് പറഞ്ഞൊരു മോഡൽ അതിൻ്റെ അഡാപ്റ്റർ വേറെ പുറത്ത് സെപ്പറേറ്റ് ആണ്. അതായത് നമ്മൾ 230 വോൾട്ട് AC സപ്ലൈ കൊടുക്കുമ്പോൾ നമുക്ക് അഡാപ്റ്റർ വഴി 24 വോൾട്ട് DC ആണ് നമുക്ക് ലഭിക്കുന്നത്. ഈ 24 വോൾട്ട് DC ഡയറക്റ്റ് ഫാനിലേക്ക് പോകല്ല, അത് വേറൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, ആ ബോർഡിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ KCB എന്നുള്ള ലൈൻ കൊടുത്തിട്ടുണ്ട്. അത് അഡാപ്റ്ററിൽ കയറിയിട്ട് അഡാപ്റ്ററിൽ നിന്ന് പിന്നെ ഔട്ട് 24 വോൾട്ട് DC ആണ്. ആ DC ഫാൻ്റെ മറ്റൊരു ബോർഡിലേക്ക് കയറണം. റെനേസ എന്ന് പറഞ്ഞാൽ ആറ്റംബർക്കിൻ്റെ മോഡൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് അഴിച്ചെടുക്കാൻ സാധിക്കും. ഒരു പാത്രത്തിൻ്റെ അടപ്പ് ഊരുന്ന പോലെ തന്നെ കറക്കി തിരിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ റെഡ് ആൻഡ് ബ്ലാക്ക് വയറാണ് 24 വോൾട്ട് ഈ ബോർഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തൊട്ടപ്പുറം കാണുന്ന 3 കളറിൽ ഉള്ള വയർ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ വൈൻഡിങ്ങിലേക്കുള്ള കണക്ഷൻ പോയിരിക്കുന്നത്. വൈൻഡിങ്ങിൻ്റെ ചുറ്റും ഒരു 6 മാഗ്നറ്റിൻ്റെ പീസ് വെച്ചിട്ടുണ്ട്. ഈ മാഗ്നറ്റിൻ്റെ പീസിൻ്റെ സഹായത്തോടാണ് ഈ ഫാൻ വർക്ക് ചെയ്യുന്നത്. എന്തായാലും ഈ ഫാൻ്റെ ബോർഡ് നമ്മൾ തുറന്നു വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കാം. ഈ ഫാൻ്റെ കവർ ഊരി വെച്ചാലും ഫാൻ വർക്ക് ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഫാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച്. സാധാരണ ഒരു പാത്രത്തിൻ്റെ അടപ്പ് അടയ്ക്കുന്നത് പോലെയും തുറക്കുന്ന പോലെയും വളരെ ഈസി ആയിട്ട് ഈ ഫാൻ നമുക്ക് തുറക്കാൻ സാധിക്കും. അത് ഈ ഫാൻ്റെ ഒരു പ്രത്യേകതയാണ്. വളരെ സിമ്പിളായിട്ട് പണി കഴിയും. എന്തായാലും നമുക്ക് ഇതിൻ്റെ അടപ്പ് തുറന്നു വെച്ചിട്ട് തന്നെ ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മളിത് റിമോട്ടിലാണ് ഓണാക്കിയിരിക്കുന്നത്. സ്പീഡ് 2-ലാണ് എടുക്കുന്നത്. ഇതിൻ്റെ മാഗ്നറ്റുള്ള ഭാഗം ആണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വൈൻഡിങ് വരുന്ന ഭാഗം അവിടെ അനങ്ങാണ്ട് തന്നെ നിൽക്കുകയാണ്. അതായത് BLDC ഫാനല്ല, വൈൻഡിങ് അവിടെ കറങ്ങുന്നില്ല. അതിൻ്റെ ചുറ്റുമുള്ള മാഗ്നറ്റ് വെച്ചിരിക്കുന്ന ആ ഭാഗം ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. എന്തായാലും ബാറ്ററി വെച്ചിട്ട് നമുക്ക് 12 വോൾട്ട് ബാറ്ററി വെച്ചിട്ട് ഈ സെയിം മോഡൽ ഫാൻ നമുക്ക് വർക്ക് ചെയ്യിക്കാം. യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു ചെറിയ ഇലക്ട്രോണിക്സ് പോലും അറിയില്ലെങ്കിലും നമുക്ക് ഇത് സെറ്റ് ചെയ്യാവുന്നുള്ളൂ. ഒരു മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ ആർക്കും വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. വലിയ ചിലവൊന്നുമില്ല. ഇങ്ങനെ ഒരു ബോർഡ് ഒപ്പിച്ചാൽ മതി. ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ നന്ദിയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ചാനലിൽ മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക.